ഒരാളെ പോലെ അഭിനയിക്കേണ്ട അവസ്ഥയിലായി ഞാൻ. എന്നാലും കുഴപ്പമില്ലമ്മോ, നീ എപ്പോഴും ബ്യൂട്ടി ക്വീൻ തന്നെയാ. ഇനി ആ കള്ള ചെറുക്കൻ ഏത് റേഞ്ചിലാണോ റെഡിയായി വരുന്നത്. സ്റ്റാഫിനെ എല്ലാം എമർജൻസി മീറ്റിംഗ് എന്നും പറഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് അയച്ചത് നന്നായി. ഇല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഇതും കെട്ടി ഞാൻ അയ്യേ ഓർക്കാൻ കൂടെ വയ്യ. ഞാൻ ഇത്രയും നാള് കണ്ട അമൂല്യ തന്നെയാണോ ഇത്? ഓരോ വട്ടം കാണുമ്പോഴും ഇവൾ ഓരോ ഗെറ്റപ്പിലാണല്ലോ. ഇവള് പ്രായമായാലും സുന്ദരിയല്ലേ? ചെറുക്കൻ എടി നീ എന്താടി ചെയ്യുന്നേ? ബലാത്സംഗം ചെയ്യാൻ പോവാ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പറയുന്നൊന്ന് കേക്ക്, ഇതൊന്ന് ശരിയാക്കാനുണ്ട്. അതിനെന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? അതെ, ഞാൻ നിന്റെ ബോസാണ്, മര്യാദയ്ക്ക് സംസാരിക്കണം. ഓ, പിന്നെയും തുടങ്ങിയോ നിങ്ങള്? ഇപ്പൊ ഞാൻ ശ്രീവത്സന്റെ അമ്മയുടെ റോളിലാ ഉള്ളത്. ഒരു പ്രാവശ്യം ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റില് ഞാൻ ആ ക്യാരക്ടർ ആയിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ എന്റെ ബോസും അല്ല, ഞാൻ നിങ്ങളുടെ എംപ്ലോയിയും അല്ല. നമ്മള് രണ്ടുപേരും ഭാര്യയും ഭർത്താവും. എന്താ നിർത്തിക്കളഞ്ഞത്? ഭാര്യ ഭർത്താക്കന്മാരാന്ന് പറയാൻ പറ്റില്ലേ? എന്തു പറ്റി? നീ ക്യാരക്ടറിന് പുറത്തു വന്നോ? അങ്ങനെയൊന്നുമില്ല, വിഷയൊന്നും മാറ്റണ്ട. നിങ്ങളെ കുറിച്ച് റിപ്പയർ ചെയ്യാനുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാനിപ്പോ ശരിയായിട്ടാ നിൽക്കുന്നത്. നമ്മുടെ വഴക്ക് നമ്മുടെ ഇടയിൽ മതി. നിന്നെ ഇപ്പൊ ശരിക്കും ശ്രീവത്സന്റെ അച്ഛനായിട്ടല്ലേ ഞാൻ കാണണ്ടേ? ഒന്ന് വെറുതെ നിക്ക്. ഞാൻ ശരിയായിക്കോളാം. നീ ചെയ്തോണ്ട് വന്ന ഞാൻ കണ്ടല്ലേ, ഒന്ന് വെറുതെ നിക്ക്.
ഹലോ ബോസ്. എന്തു പറ്റി? ഒന്നുമില്ല, പെട്ടെന്ന് ക്യാരക്ടറായി പോയി. കൂടുതൽ ഇൻവോൾവ് ആവണ്ട, പിന്നെ പുറത്തു വരാൻ നല്ല പാടായിരിക്കും. ഞാൻ ശരിക്കും ഒന്നുകൂടെ റെഡി ആയിട്ട് വരാം. ഇവനിതെന്തു പറ്റി? കുറച്ചു മുമ്പ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇപ്പൊ പെട്ടെന്നെന്താ പെൺകുട്ടികളെ ഇഷ്ടമല്ലെന്നുള്ള കാര്യം പുറത്തു വന്നോ? കണ്ണ നമുക്ക് പുറപ്പെടാം. എവിടുന്ന് കിട്ടി ഇവളെ നിനക്ക്? ഇവിടെ കോളേജിന്റെ അടുത്തേക്ക് നീ ഓട്ടം പോയിരുന്നോ? വാ ദീദി, കഴിക്കാൻ എന്തെങ്കിലും തരാം. അയ്യോ, എന്തു പറ്റി ഇവൾക്ക്? എന്താ കാര്യം? നീ പറ. ഒന്നുമില്ലമ്മേ, നല്ല തലവേദനയാണ്, നല്ല ക്ഷീണവുമുണ്ട്. ഡ്രോപ്പ് ചെയ്യാവോന്ന് ചോദിച്ചു, അതുകൊണ്ട് ഞാൻ കൂട്ടി. അത്രയുള്ള മോളെ, അതിനെന്താ നീ ഇങ്ങനെ മുഖമാടിയിരിക്കുന്നേ? ഒരു കുഴപ്പമില്ല നിനക്ക്. കുറച്ചു നേരം പോയി കിടക്കെ, റെസ്റ്റ് എടുക്കുമ്പോ എല്ലാം ശരിയാവും കേട്ടോ. അപ്പോഴേക്കും ഞാൻ ജോലിയെല്ലാം തീർത്തിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. സാരമില്ലമ്മേ. അയ്യോ, അങ്ങനെ പറയില്ലേ മോളെ. അല്ലെങ്കിലേ പുറത്തിറങ്ങി എന്തെല്ലാം അസുഖങ്ങളെ പറ്റിയാ കേൾക്കുന്നതെന്ന് നിനക്കറിയോ? രാത്രി നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടെന്ന് പറ, ഞാനത് ഉണ്ടാക്കി തരാം. അതുവരെ നീ ചെന്ന് സുഖമായിട്ട് ചെന്നുറങ്ങും മോളെ. ശരിയമ്മ. എന്താ അമ്മ ഇതെല്ലാം? ഒന്നുമില്ല മോളെ. അതെ, ഈ കല്യാണ തിരക്കിന്റെ ഇടയ്ക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. നീ ചെല്ലു മോളെ. ഇവളൊരു പ്രത്യേക സ്വഭാവം മോനെ. ചിലപ്പം തോന്നും ഇവള് ഭയങ്കര ധൈര്യശാലിയാന്ന്, ചിലപ്പോ തോന്നും വേറും ഒരു പാവം പെണ്ണാന്ന്. ഇവളെ എപ്പ വഴക്ക് പറയണം, എപ്പ സമാധാനിപ്പിക്കണം എന്ന് എനിക്ക് പോലും അറിയില്ല. ഇവള് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ തന്നെയാ. ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളല്ലേ. പക്ഷേ ഇനി പുറപ്പെടാമെന്ന് ചോദിക്കുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും ആരെങ്കിലും ഉണ്ടോന്ന് കൂടി ഒന്ന് നോക്കണം. അയ്യോ, ഞാൻ എന്തോ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു മോനെ. ആ സമയത്തെ പെട്ടെന്ന് ചോദിച്ചു പോയി. സമാധാനം, അവളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ശരി, എന്നാ നമുക്ക് ഇറങ്ങിയാലോ. അമ്മേ, ഞാനെടുത്തു. സർ, ശരിക്കും നമ്മുടെ ബോസ് സമ്മതിച്ചോ? അതേനെ, സമ്മതിച്ചു. അതോ അമൂല്യ മേഡത്തിന്റെ കൂടെ കപ്പിളായിട്ട് വരാനോ? ഞാനീ പറഞ്ഞത് സത്യമാണ്, സത്യമാണ്, സത്യമാണ്. എനിക്ക് സത്യമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല സർ. ബോസ് എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചതേ ഇല്ല. എനിക്കിതിൽ അത്ര വലിയ അത്ഭുതം തോന്നുന്നില്ല. എല്ലാം സ്നേഹത്തിന് പവറാ. സ്നേഹം മനുഷ്യനെ കൊണ്ട് എന്ത് വേണം ചെയ്യിക്കും. സത്യം, എന്റെ പവയുടെയും പ്യുവർ ലവ് ആണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അതെ 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 അതെ, നിങ്ങളുടെ പ്രേമത്തിന്റെ എഫക്റ്റാ ഇതിനെല്ലാം കാരണം. മിസ്റ്റർ ശ്രീനിവാസൻ, ഞാനും നിങ്ങൾക്ക് ഒരു ജീവിതം തരാൻ തീരുമാനിച്ചുറപ്പിച്ച് നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറായിരിക്കുക. സുമേഷേ, താനെന്തിനാണോ അയാൾക്ക് ജീവിതം കൊടുക്കുന്നത്? പുള്ളി അതിനാ ടൈപ്പ് ഒന്നും. അയ്യോ വിക്കി ബോസ്, ഞാനും ആ ടൈപ്പ് അല്ല. പക്ഷേ ശ്രീനിവാസൻ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന പ്രോസസ്സിൽ നമ്മുടെയും കോൺട്രിബ്യൂഷൻ ഇരിക്കട്ടെ എന്ന അർത്ഥത്തിൽ പറഞ്ഞതാ. അല്ല, അവിടെ എന്ത് ജോലിയാ ഉള്ളത്? ജോലിയൊന്നും ഇല്ല, വെറുതെ വല്ല കാപ്പിയോ ചായയോ കിട്ടിയാ അത് കുടിച്ചിട്ട് വരും. എടാ സുമേഷേ, മനുഷ്യനായ കുറച്ചെങ്കിലും നാണോ മാനം വേണം. വെറുതെ തമാശക്ക് പറഞ്ഞ വിക്കി ബോസ്, യഥാർത്ഥ ഉദ്ദേശം വേറെയുണ്ട്. ഒരു നല്ല കാര്യത്തിന് 3 പേര് പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെ ഇവരുടെ ഫ്രണ്ട് ആയിട്ട് പോകും. ഒരു മേല് ബലം ഉണ്ടായിരിക്കുമെന്നാണ് എന്റെ ഒരു പ്ലാൻ. അങ്ങോട്ടേക്ക്
ഒന്ന് പോയി തിരിച്ചു വരുമ്പോഴേക്കും ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ പോലെ തോന്നുന്നു. ഇന്ന് മിക്കവാറും എന്റെ കണ്ണ് ബ്ലാസ്റ്റ് ആയി പോവും. ഇത് വിക്കി ചേട്ടൻ, ഇത് ഞാൻ, ഇതും വിക്കി ചേട്ടന്. എടുത്തി, ഇതാരാ? നിങ്ങളുടെ ചെറിയച്ഛനൊരു മോനുണ്ടായിരുന്നില്ലേ, അവനാണോ? അവന്റെ പേരെന്തായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. ഇല്ലായിരുതേ, ഇവനും ഞങ്ങളുടെ വീട്ടിലൊരു മെമ്പർ ആയിരുന്നു. ആയിരുന്നു എന്ന് പറയുമ്പോ ഇപ്പൊ അവര്? ഏയ് നോനോ, അങ്ങനെ ഒന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഒരു ദിവസം വിക്കിച്ചേട്ടൻ നേരത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നമ്മുടെ വീട്ടിലൊരു അംഗാണെന്ന് പറയുമ്പോ ഏട്ടത്തിക്ക് തന്നെ പറയാലോ അത്. അതിനെന്തിനും വിക്കി വൈകിട്ട് വരുന്നത് വരെ കാത്തിരിക്കുന്ന? എന്താ കാര്യം? ആരതി ആരതി, അമ്മേ, ഞാനിവിടെ ഉണ്ടല്ലോ. അമ്മ അതോടെ വെക്ക്, ഇങ്ങോട്ടേക്ക് താ. സാരമില്ല മോനെ. ഞാൻ എടുത്തോളാം. എന്താ മോൻ, ഇതിൽ എന്റെ പേരുണ്ടല്ലോ. ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഐഡിയ ഒക്കെ കുറെ പേർക്കുണ്ടാകും അമ്മേ. എന്നാ അതെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവുണ്ടാകണം നമുക്ക്. ഈ പേരിനൊരു ബലം ഉണ്ടമ്മ. ബിസിനസ് പച്ചപിടിക്കുമെന്നതിൽ ഒരു സംശയമില്ല. നമുക്ക് തുടങ്ങിയാലോ അമ്മേ? ഇപ്പൊ തന്നെ നീ ഒരുപാട് സഹായങ്ങൾ ചെയ്തു മോനെ. ഇനി നീ ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രം ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. ഞാൻ ചെയ്യുന്നതിനൊക്കെ സഹായം എന്ന ബോർഡ് വെക്കേണ്ട അമ്മ. നിങ്ങൾക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്യുമായിരുന്നില്ല. എനിക്കൊന്നും അറിയില്ല മോനെ. ആൺകുട്ടികളുള്ള വീടുകൾ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അതിൽ എത്രയോ പേര് വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ഇടപെടാറില്ല. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആവോ ഇങ്ങനെ ആവോ എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. എനിക്ക് ആൺകുട്ടികളില്ല, എന്നാലേ എനിക്കിപ്പോ ഒരു ആൺകുട്ടിയെ കിട്ടിയിരിക്കുന്നു. ഇതാണ് കേൾക്കേണ്ടത്. 500 കൊടുക്കാമെന്ന് പറഞ്ഞ ആ പലിശക്കാരന് അതിനേക്കാൾ കൂടുതൽ നമുക്ക് എറിഞ്ഞു കൊടുക്കാം. എന്ത് പറയുന്നു? ശരി മോനെ. എന്താടാ ഈ കാണിക്കുന്നേ? പെട്ടെന്ന് കണ്ടപ്പോ ഇത് നിങ്ങൾ തന്നെയാണെന്ന് എനിക്ക് സംശയമായി പോയി ചേട്ടാ. അതുകൊണ്ട് കണ്ണ് തിരുമ്പി ഒരു തവണ കൂടി നോക്കിയപ്പോഴാണ് മനസ്സിലായേ. എന്റെ അമ്മ കിടില മേക്കപ്പ് ഏട്ടാ. എല്ലാം ഇവളുടെ മേക്കപ്പ് അല്ലേ? ഹലോ, ഇനിയിപ്പോ എനിക്ക് അങ്ങനെ വലിയ ബിൽഡപ്പിന്റെ ആവശ്യമൊന്നുമില്ല.
നിങ്ങൾ രണ്ടുപേരും കൂടെ പോകണ്ടേന്ന് പറഞ്ഞപ്പോ നിന്റെ കൂടെയാണോ ഞാൻ വരണ്ടേന്ന് ചോദിച്ചത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അയ്യോ രണ്ടുപേരും വീണ്ടും തുടങ്ങിയല്ലോ. വഴക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ തീർത്തിട്ട് പോയാ മതി. പിന്നീട് അവിടെ പോയി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി നമ്മുടെ ശ്രീവത്സന്റെ ലൈഫ് കുട്ടിച്ചോറാക്കല്ലേ. അങ്ങനെ കുറച്ചു കാലം കൂടി നീ ഒരു നല്ല കാര്യം പറഞ്ഞു. അമൂല്യ, അത് വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. എന്നെങ്കിലും ഈ വഴക്കിന് ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോസ്, നിങ്ങൾ ഇങ്ങനെ വഴക്ക് തുടർന്ന ഈ ഡ്രാമ എങ്ങനെ ശരിയാവും? ഞങ്ങൾ എങ്ങനെയെങ്കിലും ഡ്രാമ ചെയ്തോളാം. പക്ഷെ താൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ബോസ് എന്നൊന്നും വിളിക്കരുത്. വരൂ, നമുക്ക് പോവാം. ഇവർ രണ്ടുപേരും ഇങ്ങനെ വഴക്കിടുന്നത് നല്ലതാ. ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചു. അതെന്തിനാ? ഇവരിങ്ങനെ വഴക്കടിക്കുകയാണെങ്കിൽ ലവില് വീണുപോയത് ഇത് ഇങ്ങനെ തുടർന്നാൽ ലവ് അധികമാവുമല്ലോ എന്ന് പറഞ്ഞതാ. മിസ്റ്റർ സുമേഷ്, ഒന്ന് പോയി തരും. അളി അങ്ങോട്ട് നോക്കി. അങ്ങോട്ട് ചെല്ല്, ഞാൻ ഇറങ്ങാം. സാഹിത്യ, നീ എന്തിവിടെ ചെയ്യുന്നേ? അയ്യോ, ആരും നിന്നെ വഴക്ക് പറഞ്ഞിപ്പോ. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇവളെ ചേട്ടന്റെ അടുത്ത് നിന്ന് ഒന്ന് അകറ്റണമല്ലോ. എന്തെങ്കിലും ആവട്ടെ, നീയേ തൽക്കാലം ഇത് കുടിക്കും. ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിക്കേണ്ട കുഞ്ഞളിയാ. ആ സാരമില്ല, കാറിനകത്തൊരു സ്പെയർ ഷർട്ട് ഉണ്ട്. ഓക്കെ വാ. കഴിഞ്ഞ ജന്മത്തിലെല്ലാം എന്തോ വലിയ പുണ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഭർത്താവായിട്ട് അഭിനയിക്കാനെങ്കിലും ഭാഗ്യം കിട്ടിയത്. ഓരോരോ ഭാഗ്യങ്ങളെ. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എന്തോ ഒരു വലിയ ഭാഗ്യം എന്ന് കരുതാതെ അതെന്തോ വലിയ അപമാനമായിട്ടാ ഇവനീ കാണുന്നേ. ആഹാ, കണ്ടാലും മതി. ഇവളെന്റെ മനസ്സിൽ ചീത്ത വിളിക്കുകയാണോ? എന്റെ ലൈഫിൽ പെൺകുട്ടികളെ ഞാൻ അടുത്തിരുത്തിയിട്ടേ ഇല്ല. എന്നിട്ടല്ലേ ഇതുപോലെ വേഷം കെട്ടി നാടകം കളിക്കാൻ. ഇവളെ ഇപ്പൊ എങ്ങനെയൊന്ന് ഒഴിവാക്കാം?